കെ എൻ ബാലഗോപാൽ ഉളുപ്പില്ലാത്ത ചോദിക്കാം. വി ഡി സതീശന് സർക്കാരിനോട് ചോദിക്കുകയാണ്, ഭരണപക്ഷത്തോട് ചോദിക്കുകയാണ്, എടോ അന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത്? 6 ലക്ഷം കോടി കടണ്ട് എന്നല്ല പറഞ്ഞത്. എവിടെ 6 ലക്ഷം കോടി? 5.07 ലക്ഷം കോടിയല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോക്കണം. 6 ലക്ഷം കോടി ഉണ്ട് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ എന്ത് തെമ്മാടിത്തങ്ങൾ പറഞ്ഞത്? എത്രയാ കടത്രയാണ്? 5.07 ലക്ഷം കോടി അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഡി എ കുടിശ്ശിയൊക്കെ 1 ലക്ഷം കോടി ഉണ്ട് പറഞ്ഞു. 1 ലക്ഷം കോടി ഇല്ലടോ, 50,000 കോടിയേ ഉള്ളൂ. ഇത് ഏതുപോലെയാണെന്നറിയോ? നമ്മളെ ഈ കിലുക്കം സിനിമയിലെ, ഈ കിലുക്ക സിനിമ കാണാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അതില് നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രേവതി ഉണ്ടല്ലോ. ഈ രേവതി മറ്റേ ഹോട്ടലിൽ ചെന്നിട്ടെ, നന്ദിനി തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്നിട്ട് ഈ ഹോട്ടൽ മാനേജറുടെ തലക്ക് പൂച്ചട്ടി കൊണ്ട് അടിച്ച് ഇയാളപ്പം തന്നെ ആസ്പത്രിയിൽ പോയി. അപ്പം രേവതി മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ കുട എടുത്തുകൊണ്ട് അയാളെ പള്ളക്ക് കുത്തി, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ഇടിച്ചു, ഫോൺ എടുത്തുകൊണ്ട് തലമണ്ടൊക്കെ അടിച്ച് തകർത്തു. മറ്റേ ഇത് എന്റെ ഹോട്ടലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു, അയാളുടെ തലമണ്ട ഞാൻ പൂച്ചട്ടി എടുത്തുകൊണ്ട് അടിച്ച് പൊട്ടിച്ചു. അയാൾ അപ്പം തന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് രേവതി പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. അതിലാണ് ഇവരിന്നെ, ഞാൻ അത്രയേ ചെയ്തിട്ടുള്ളൂ. ഇതല്ല രസം. അത് കഴിഞ്ഞിട്ട് മോഹൻലാല് വളരെ ദയനീയമായി രേവതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, വട്ടാണല്ലേ എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതാണ് വട്ടാണല്ലേ എന്റെ കെ എൻ ബാലഗോപാലെ, വട്ടാണല്ലേ എന്നാണ് ജനങ്ങൾ മൊത്തം ചോദിക്കുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം മോഹൻലാലിന്റെ ഒരു ഡയലോഗ് കൂടി കേട്ടോ. ആ ഹോട്ടലിന്റെ മാനേജറിന്റെ അടുത്ത് പോയി കണ്ട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, നാരായണൻകുട്ടി ഞാനിനി എന്താ ചെയ്യേണ്ടത്? നാരായണൻകുട്ടി ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ഇതേപോലെ ഇമ്മാതിരി ബാലഗോപാലും കാരണഭൂതം തന്നെയാ പറഞ്ഞത്. കാരണഭൂതം പറഞ്ഞത് ഇതൊന്നും ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ രാഷ്ട്രീയമാണെന്നാണ് കാരണഭൂതം പറഞ്ഞത്. അയക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ അറിയില്ല. അവസാനം മോഹൻലാൽ ചോദിച്ചാൽ പറയും, നാരായണൻകുട്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇമ്മാതിരി അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെന്തായാലും വി ഡി സതീശൻ പറയില്ല. അതാണ് ഒരു സമാധാനം. വി ഡി സതീശൻ ഏതായാലും മോഹൻലാൽ പറഞ്ഞ പോലെ എന്റെ നാരായണൻകുട്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയില്ല. വി ഡി സതീശൻ ഇത് മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ എന്തിനുണ്ട്, നമ്മുടെ ധവളപത്രത്തിലുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇവരുടെ ഈ സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ കൂടിയാലോചിച്ച് അതിൽ യുക്തമായ കാര്യങ്ങൾ, ഇനി വേറെ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് ചിലപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കണം. പിന്നെ കടം കയറിയത് പി രാജീവ് എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വ്യവസായ മന്ത്രി 50,000 കോടി കടമുണ്ടാക്കിയ അല്ലേ, 50,000 രൂപയുടെ കടമുണ്ടാക്കിയ ഇവൻ മിണ്ടരുത്. വിൽക്കേണ്ട പിന്നെ കാലാകാലം ഇങ്ങനെ നഷ്ടം കൊണ്ടിരിക്കുകയാണോ? വിൽക്കണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കണം. സർക്കാരിന് വേറെ കാര്യമുണ്ട്. ഇവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ബിസിനസ് നടത്തട്ടെ. അദാനി മുണ്ടിപ്പോരുത്. അദാനിയെ വരവേറ്റുകൊണ്ടുവന്ന് നിങ്ങളാണ്. വാസ്തവനാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ട്ണർ ആണെന്ന് അല്ലേ. അദാനി അംബാനി എന്ന് പറഞ്ഞാൽ ഇനി കൊണ്ട് വരരുത് കേട്ടോ.